മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നാരങ്ങച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിതവിടെ കുറച്ച് നിലക്കടല, ഉഴുന്ന്, അതുപോലെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. 1.5 കിലോ റൈസ് വെച്ചാണ് നമ്മൾ നാരങ്ങച്ചോറ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ റൈസ് ഞാനിതിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, പട്ട, പൂവ്, ഉപ്പ് ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ക്ലീനാക്കിയതാണ്. ഇതിലേക്കിട്ട് വേവിച്ചെടുക്കുക. വെള്ളത്തിലോട്ടൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. അരി ഇതിലേക്ക് ക്ലീനാക്കി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വേവണ്ട കേട്ടോ. ഒരു 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കുക. അപ്പോൾ അതാ ഊറ്റിയെടുക്കുകയാണ്. നാരങ്ങച്ചോറ് റെഡിയാക്കേണ്ട ചെമ്പട്ടിയിലാണ്. കുറച്ച് ഓയിലും കുറച്ച് നെയ്യുമാണ് കേട്ടോ ഒഴിക്കുന്ന. സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുന്നു. നെയ്യ് ചൂടായി വരുമ്പോൾ കടുകിട്ട് ഉഴുന്ന്, കടല ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ പരിപ്പുകളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. നെയ്യ് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക. ബിരിയാണി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ നിലക്കടലിട്ട് ഒന്ന് കളയേണ്ടത് പോലെ ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു അല്പം ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടി ഇല്ല കേട്ടോ കയ്യിൽ. അപ്പോൾ കട്ട വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു മൂപ്പായി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് റൈസെല്ലാം ഇട്ട് കൊടുക്കുന്നത്. കായം മുരിഞ്ഞ് വരാനായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. കടല, ഉഴുന്ന്, പരിപ്പ് ഇതെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കായം വെള്ളം ഉണ്ടല്ലോ കലക്കിയത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചെറുനാരങ്ങൻ്റെ നീര് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങച്ചോറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കടല ഇട്ട് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ. കടല, പരിപ്പ്, ഉഴുന്ന് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചെറുനാരങ്ങ നിർബന്ധമായിട്ടും വേണം. അതിൻ്റെ ജ്യൂസാണ്. നമ്മൾ നാരങ്ങച്ചോറാകുമ്പോൾ നാരങ്ങ വേണമല്ലോ. അപ്പോൾ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. തീ സിമ്മിലാക്കി കൊടുക്കണം. നമ്മൾ വിറകടുപ്പിലാണെങ്കിൽ നല്ല കനൽ ഉണ്ടാകുമല്ലോ, അവിടെ വെച്ച് കൊടുത്താൽ മതി. മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടാണ്. 5 മിനിറ്റ് ഇതാ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ദം ചെയ്തിട്ടതായിരുന്നല്ലോ. നല്ല സൂപ്പർ റൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് വരട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തൈര് വെച്ചും കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് വരട്ടിയതും സാലഡും നല്ല ടേസ്റ്റാണ് കേട്ടോ നാരങ്ങച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് ഞാനല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, എൻ്റെ അളാമയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അളാമ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.